അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സമസ്ത ഔലിയാക്കന്മാരുടെ സമസ്തക്കാരുടെ ഔലിയാക്കന്മാരുണ്ടല്ലോ, കുറെ കുളിക്കാത്ത നനക്കാത്ത ഈ ഔലിയാക്കന്മാരുടെ ഒരു ക്വാളിഫിക്കേഷൻ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളെല്ലാവരും നമസ്കരിക്കലില്ലാത്രേ, നോമ്പെടുക്കൂല. ഇനിയിപ്പോൾ ആരെങ്കിലും നോമ്പെടുത്താൽ തന്നെ അത് ഭക്ഷണം കൊടുത്ത് മുറിപ്പിക്കും. ഏ ചിലവരൊക്കെ നോമ്പ് മുറിക്കാൻ വേണ്ടി ഇവർ ഔലിയാക്കന്മാരെ ക്വാളിഫിക്കേഷൻ, ചിലവരൊക്കെ നോമ്പെടുത്തിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, പിന്നെ ഒരു വർഷത്തേക്കുള്ള കൂലി തരാം നോമ്പ് മുറുക്കി. അപ്പോൾ ആ ഈമാനുള്ള മനുഷ്യൻ പറയും എനിക്കത് പറ്റൂല, കാരണം നോമ്പ് അള്ളാഹ്ക്കാണല്ലോ എടുത്തത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ മുറിക്കൂല. എന്നാൽ നിങ്ങൾക്ക് 10 വർഷത്തേക്കുള്ള കൂലി തരാം, ജീവിതം അവസാനം വരെയുള്ള പിന്നെ കൂലി തരാം എന്നൊക്കെ പറഞ്ഞ് ആ മനുഷ്യനെ നോമ്പ് മുറിപ്പിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഈ മുസ്ലിയാക്കന്മാർ തന്നെ വന്ന് വിളമ്പെന്ന് നമുക്ക് പലപ്പോഴും കേട്ടതാണ്. ഇപ്പൊ CM മടവൂർ നമസ്കരിക്കലില്ല, അതാണ് ഇവരെ ക്വാളിഫിക്കേഷൻ. ചുരുങ്ങിയ നിലക്ക് നമസ്കാരം ഒഴിവാക്കുക. അതായത് ഇനിയിപ്പോ മുസ്ലിയാക്കന്മാർ നോമ്പെടുത്തില്ലെങ്കിലും നമസ്കരിച്ചില്ലെങ്കിലും അവരൊന്നും കുറ്റം പറയാൻ പറ്റൂല. എന്താ കാരണം? ലോകം നിയന്ത്രിക്കുന്ന CM മടവൂർ നമസ്കരിക്കാത്ത ആളാണ്, നോമ്പെടുക്കൂല, സ്വർണം ധരിക്കും. അപ്പോ ഇവർക്ക് ഖുർആനും ഹദീസൊന്നും ബാധകല്ല. ഔലിയാക്കന്മാർക്ക് ഖുർആൻ പഠിപ്പിച്ച ഔലിയാക്കന്മാരുണ്ട്, അവർ തഖ്വ ഉള്ളവരാണ്, സൂക്ഷ്മതയോട് കൂടി ജീവിക്കുന്നവരാണ്, നമസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരാണ്. ഇതാണ് ഖുർആൻ പഠിപ്പിച്ച ഔലിയാക്കന്മാർ. നമ്മൾ ഔലിയാക്കന്മാർ നിഷേധിക്കണില്ല, അപ്പൊ കറാമത്തും നിഷേധിക്കുന്നില്ല, മുജിസത്തും നിഷേധിക്കുന്നില്ല, ഇതൊന്നുമില്ല. പക്ഷേ ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുന്ന ഔലിയാക്കന്മാർ നമ്മൾ തള്ളും, അതിൽ തർക്കമില്ല. കാരണം ഔലിയാക്കന്മാരുടെ നേതാവ് ആരാണ്? മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ സമയം രോഗം പിടിപെട്ട് ശക്തമായ തലവേദന, ശക്തമായ പനി, ആ ഘട്ടത്തിൽ പോലും ജനങ്ങൾ നമസ്കരിച്ചോ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചത്. എന്നിട്ട് പ്രവാചകൻ പള്ളിയിലേക്ക് വരികയാണ്. അവസാന നിമിഷത്തിൽ പോലും പ്രവാചകൻ പള്ളിയിലേക്ക് വരുന്ന രംഗം ഹദീസിൽ കാണാം. 2 സ്വഹാബത്തിന്റെ തോളിൽ കൈയിട്ടിട്ട് അങ്ങനെ താങ്ങിയിട്ടാണ് വരുന്നത്. അത് അത്രയും പ്രധാനപ്പെട്ട ഇബാദ നമസ്കാരം. ആ നമസ്കാരം സമസ്തക്കാരെ ഔലിയാക്കന്മാർക്ക് ബാധകല്ല, അവർക്ക് ഖുർആനിൽ പറഞ്ഞ നിയമങ്ങൾ ബാധകല്ല. അപ്പൊ ഇവർ തന്നെയാണ് നമ്മൾ CM മടവൂർ നമസ്കരിക്കാനില്ല, നമ്മൾ ആരോപിക്കല്ല. ഈ മുസ്ലിയാക്കന്മാർ തന്നെ വന്നിരുന്നിട്ട് പറയാണ് CM നമസ്കരിക്കില്ല. അതൊക്കെ പറയുമ്പോൾ അവർക്ക് എന്താ ഒരു പിന്നെ ആവേശം. കാരണം എന്താ? ദീനിനെ നിഷേധിക്കാണേ. ഈ മുസ്ലിയാക്കന്മാർ ഔലിയാക്കന്മാരൊക്കെ ഇങ്ങനെയാണ്. അവർ ലഹരി പിന്നെ ഉപയോഗിക്കും, അതിന് ചോദ്യം ചെയ്യാൻ പാടില്ല. അവർ നമസ്കരിക്കില്ല, ചോദ്യം ചെയ്യാൻ പാടില്ല. നോമ്പെടുക്കൂല, ചോദ്യം ചെയ്യാൻ പാടില്ല. മനസ്സിലുള്ളതൊക്കെ അറിയും. അല്ല, ലോകം നിയന്ത്രിക്കുന്ന CM മടവൂർ പിന്നെ ഇപ്പൊ ആർക്ക് വേണ്ടി നമസ്കരിക്കുന്നു? ലോകം തന്നെ മൂപ്പര നിയന്ത്രിക്കുന്നതാണ് മുസ്ലിയാക്കന്മാർ പറയുന്നത്. അപ്പോ CM മടവൂർ നമസ്കരിക്കലില്ല, നോമ്പെടുക്കലില്ല എന്ന് നമ്മൾ വെച്ച് കിട്ടല്ല, അവർ തന്നെ വലിയ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്ന് പറയാണ്. ഇനി നമുക്കൊരു വീഡിയോ കാണാം, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പിന്നെ സംസാരിക്കാം. എനിക്ക് ഷെയ്ഖുനാനെ പറ്റി മടവൂരിനെ സംബന്ധിച്ച് പറയാനുള്ളത്, അവസാന കാലം വന്നപ്പോൾ മൂപ്പര് നിസ്കരിച്ചാലുണ്ടായിരുന്നില്ല പറഞ്ഞാൽ നമ്മളാരും നിസ്കാരം കണ്ടിരുന്നില്ല എന്നർത്ഥം. അപ്പം ഇതിനെ സംബന്ധിച്ച് അന്ന് പല ആളുകളും എതിർപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളും വാദപ്രതിവാദങ്ങളൊക്കെ നടത്താറുണ്ടായിരുന്നു. ഞാൻ അങ്ങനത്തേക്കൊന്നും പോവില്ല. കാരണം ഔലിയാക്കന്മാരെ സംബന്ധിച്ച് സംസാരിക്കാൻ ആർക്കും അർഹതല്ല. ഈ പറഞ്ഞ് എനിക്കും അർഹതല്ല, ഒരു കുട്ടിക്കും അവരുടെ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ പാടില്ല. പിന്നെ ഈ നിസ്കരിക്കാത്തതിനെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും നിലനിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരിക്കൽ അവിടെ എത്തിപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഷെയ്ഖിൻ്റെ പള്ളിയിൽ നിന്ന് ഒരു അസറിൻ്റെ സമയമാണത്, ബാങ്ക് കൊടുത്തു. ബാങ്ക് കൊടുത്ത സമയത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി, പഠിച്ചവനെ മൂപ്പര് നിസ്കരിക്കലില്ലല്ലോ. അത് നമുക്ക് സാധാരണക്കാരായ ആളുകൾക്ക് തോന്നുന്നതാണത്. പക്ഷെ എങ്ങനെ മലർന്ന് കിടക്കണ മൂപ്പര് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എൻ്റെ ഹൃദയത്തിൽ തോന്നി കൊണ്ട് അവിടുന്ന് എഴുന്നേറ്റു. അവിടെ ഇരുന്നിട്ട് എൻ്റെ മുഖത്തൊക്കെ നോക്കും, ചിരിക്കും, പിന്നെ തല താത്തും, പിന്നെ എൻ്റെ മുഖത്ത് നോക്കും, ചിരിക്കും. അങ്ങനെ 2-3 പ്രാവശ്യം ഇത് ആവർത്തിച്ചപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലായി എൻ്റെ ഹൃദയത്തിൽ ഈ തോന്നിയത് ആ കാരണം കൊണ്ടാണ് ഈ ചിരി എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ വേഗം പറഞ്ഞു എനിക്ക് സൂഹ് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ മൂപ്പര് പറഞ്ഞു അത് നിങ്ങൾക്ക് സൂഹ് തന്നെ ഉണ്ടെങ്കിൽ അത് പൊറുക്കപ്പെടും, സാരമില്ലാണ്.
ഇത് തീർന്ന മൂപ്പരവിടെ കടക്കുകയും ചെയ്തു. പിന്നെ ഈ വയനാട്ടിൽ കൂടി തന്നെ മൂപ്പര് നടക്കാറുണ്ടായിരുന്നു പല അവസരങ്ങൾ. നടക്കുന്ന സമയത്ത് ഉസ്താദ് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നിങ്ങനെ നല്ല ഒരു ഇതാണ്. പിന്നെ 2 കയ്യിൽ വാച്ച് ഉണ്ടാവും, നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കും, അതാ പിന്നെ ഷേവ് ചെയ്തിട്ടൊക്കെ ഉണ്ടാകും, ഒരു തൊപ്പിയിടും, ഇങ്ങനെ ഒരു ഹാലിലാണെന്നൊക്കെ ഞാൻ കാണുമ്പോൾ ഒക്കെ. അപ്പോൾ അത് പിന്നെ ഉണ്ടായതാണ്. ഞാൻ അവസാനം കണ്ട കാഴ്ച ഈ കടത്തത്തിലാണ്. ആ കടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്തത്, ഇങ്ങനത്തെ സംസാരം. ഇവിടെ നമ്മുടെ വട്ടത്തൂര് അലി ഉസ്താദിനെ കുറിച്ച് കേൾക്കലും അറിയലും ഒരുപാട് ആളുകൾ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഉസ്താദ് CM വലിയുള്ളാഹിയെ ഹയാത്ത് കാലത്ത് പലതവണ കാണാനും ബന്ധപ്പെടാനും ഭാഗ്യം കിട്ടിയ ഒരാളാണ്. ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞു തന്നിരുന്നു. ആ നിലക്ക് അൽഹംദുലില്ലാ ഇന്ന് ഞാൻ വിളിക്കുകയും ഉസ്താദ് സമയം തന്ന് ഇവിടെ എത്തി. ഏതായാലും ഉസ്താദിൻ്റെ അനുഭവങ്ങളാണ് ഇന്ന് നമ്മുടെ പരിപാടിയിലൂടെ. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഇപ്പോൾ ഉള്ളത് മാനന്തവാടിയിൽ മാനന്തവാടിയല്ല, സുൽത്താൻ ബത്തേരിയിൽ കോളിയാടി സ്ഥാപനത്തിന്റെ പേര് മഹദറത്തുർ റബ്ബാനിയ ഇസ്ലാമിക് സെന്റർ. മഹദറത്തുൽ റബ്ബാനി. ഇവരുടെ ഔലിയാക്കന്മാരുടെ ഒരു അവസ്ഥയെ അവസാന ഘട്ടം എത്തുന്ന സമയത്ത് നമസ്കാരമൊക്കെ മൂപ്പര് ഒഴിവാക്കിയെന്ന്. ആര്? CM നമസ്കരിക്കലില്ലാന്ന്. കാരണം 40 തടിയാണല്ലോ ഇവർക്ക്. അങ്ങനെയാണ്. തിന്നാൻ ഒറിജിനൽ തടിയാണ്, മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒറിജിനൽ തടി വേണം. പക്ഷേ ഇബാദത്തിൻ്റെ കാര്യത്തിൽ ഇവർക്ക് ഒറിജിനൽ തടി പറ്റൂല. ശരീരം കൊണ്ട് ചെയ്യുന്ന അഫ്ളലായ ഇബാദത്താണ് നമസ്കാരം. അത് ശരീരം കൊണ്ട് ചെയ്യുന്നേ വേണം. അങ്ങനെയൊക്കെ നമസ്കാരം ഒഴിവാക്കി 40ഉം 50ഉം ശരീരം വെച്ചിട്ട് ആരാധനയൊക്കെ, പിന്നെ ഈ അവതാരം, അതായത് 40 അവതാരം ഉണ്ടാവുമല്ലോ, ആ അവതാരങ്ങളെ കൊണ്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ അള്ളാഹും റസൂലിനല്ലേ ഇത് ചെയ്യാൻ എളുപ്പം. കാരണം ഔലിയാക്കന്മാർ നേതാവാണല്ലോ പ്രവാചകൻ. ആ പ്രവാചകൻ പോലും നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഏറെ ശ്രദ്ധ പുലർത്തിയിരുന്നു അവസാന ഘട്ടത്തിലൊക്കെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. പക്ഷേ ഇവർ ഔലിയാക്കന്മാരൊക്കെ നമസ്കാരം ഒഴിവാക്കലാണ്. അവസാന ഘട്ടത്തിൽ നമസ്കരിക്കൂല. കാരണം 40 തടിയാണ്. തിന്നാൻ അത് പറ്റൂ, അത് അവതാരം പറ്റൂല. തീറ്റയ്ക്ക് അവതാരം പറ്റൂല. അത് ഒറിജിനൽ ശരീരം തന്നെ വേണം. അപ്പോഴല്ലേ അത് ശരീരത്തേക്ക് വലിക്കുള്ളൂ. എന്നിട്ട് ഇപ്പോൾ അലി മുസ്ലിയാർക്കൊരു ഡൗട്ട്. ഇതിപ്പോൾ ജനങ്ങൾ മൊത്തം പറയാൻ തുടങ്ങി ഇയാൾ നിസ്കരിക്കലില്ലെന്ന്. അപ്പോൾ അലി മുസ്ലിയാർക്ക് സംശയം, ഇത് മുമ്പ് നിസ്കരിക്കുക. അപ്പോൾ ചോദിക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ മറ്റാൾ ഇങ്ങനെ മലർന്ന് കിടക്കുകയാണ്. ലോകം മൊത്തം നിയന്ത്രിച്ചിട്ടേ, ലോകം നിയന്ത്രിച്ച് ഇങ്ങനെ മലർന്ന് കിടക്കുന്ന സമയത്ത് അവിടെ ചെന്നത്. അപ്പോൾ ഉണ്ട് ഇങ്ങനെ എഞ്ചൂത്തിരുന്നു. അപ്പോൾ എഞ്ചിരുന്നപ്പോൾ അലി മുസ്ലിയാർക്ക് മനസ്സിലായി, എന്ത്, എൻ്റെ മനസ്സ് വായിക്കാനുള്ള കഴിവുണ്ട്, എൻ്റെ മനസ്സിലുള്ളത് കണ്ടിട്ടാണ് മൂപ്പര് ഇങ്ങനെ ചേർച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് ഇവരുടെ അവസ്ഥ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ 2 കയ്യിൽ വാച്ച്, പിന്നെ താടി പഠിക്കും, സ്വർണം ധരിക്കും, നോമ്പെടുക്കുകയില്ല, നല്ല ക്വാളിറ്റി. ഇങ്ങനെയുള്ള ഔലിയാക്കന്മാരാണ് വേണ്ടത്. കാരണം ഇങ്ങനെയുള്ള ഔലിയാക്കന്മാരുള്ള കാലത്തോളം നിങ്ങൾക്ക് തിന്നാം, വയറ് നിറച്ച് ഫുഡ് അടിക്കാം. കാരണം ഈ കള്ളക്കറാമത്തൊക്കെയാണല്ലോ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഇത് ഇവരുടെ ഔലിയാക്കന്മാർക്കൊക്കെ തലയ്ക്ക് വിവരമില്ല. മാനസിക രോഗം പിടിച്ചാൽ അവരൊക്കെ ഔലിയാക്കന്മാരാക്കും. ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഒരുപാട് പേര് പല ടൗണുകളിലും മാനസിക രോഗമായിട്ട് പിന്നെ നടക്കുന്നുണ്ട്. അവരൊക്കെ പിടിച്ചു കൊണ്ടുപോയി എത്രയും പെട്ടെന്ന് പിന്നെ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കുക ഏറ്റവും നല്ലത്. കാരണം സമസ്തക്കാരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജാറും കെട്ടിപ്പൊക്കാൻ. കാരണം മെൻ്റൽ ആകുക എന്നുള്ളതാണ്. ഇവർ ഓമനപ്പേർ ജദിബിൻ്റെ ഹാള്. ഈ ജദിബിൻ്റെ ഹാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു വലിയ ദർജയായിട്ട് അവർ കൂട്ടുക. തലയ്ക്ക് ഭ്രാന്തെന്നതിന് അർത്ഥം. അപ്പോൾ ഭ്രാന്തായി കഴിഞ്ഞാൽ എന്തായി? ഇവർക്ക് ക്വാളിഫിക്കേഷനായി ഔലിയയുടെ പിന്നെ കുറച്ച് ലഹരിയൊക്കെ ഉപയോഗിച്ച് ഇബാദത്തൊക്കെ ഒഴിവാക്കി ഇബാദത്തിനൊക്കെ വിട്ടുനിന്ന് അങ്ങനെ പൂർണ്ണമായിട്ടും ലഹരിയൊക്കെ അടിച്ചിങ്ങനെ ഫിറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ശരിക്കും അത് ഔലിയായി. പിന്നെ തുണി പൊക്കി കാണിക്കാനും പിന്നെ അങ്ങനെയുള്ള കുറേ ചേഷ്ടകളൊക്കെ ഒന്ന് കാണിക്കുകയാണെങ്കിൽ പൂർണ്ണമായി. അപ്പോൾ ഒരു ഔലിയാക്കന്മാരായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 2 കയ്യിൽ വാച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, സ്വഭാവമുള്ള ആൾക്ക് 2 കയ്യിൽ വാച്ച് കിട്ടൂലെന്ന്. അപ്പം തലയ്ക്ക് പ്രാന്താണേ. ഒരു മാനസിക രോഗിയായ ഒരാളെ പേരിലാണ് ലോകം നിയന്ത്രിക്കുന്നു എന്നൊക്കെ ഈ മുസ്ലിയാക്കന്മാർ അള്ളാഹുവിൻ്റെ ഖദറിനെ നിഷേധിച്ചുകൊണ്ട് മക്കയിലെ മുശ്രിക്ക് പോലും പറഞ്ഞിട്ടില്ല. ലോകം നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് മക്കയിലെ മുശ്രിക്കിനോട് ചോദിച്ചാൽ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹ് അവർ പറയുള്ളൂ. അവർ പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അതിനേക്കാൾ പിന്നെ വലിയ പാപമാണ്, വലിയ വാദമാണ് ഈ മുസ്ലിയാക്കന്മാർ ഈ സമൂഹത്തിലെ ഈ CMൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതുപോലെ ഒരുപാട് ഔലിയാക്കന്മാർ, എല്ലാം അള്ളാഹു ചെയ്യുന്ന കഴിവുകളൊക്കെ ഈ ഔലിയാക്കന്മാരിൽ കൂടെ കിട്ടും. ഔലിയാക്കന്മാർ ചെയ്യും, എല്ലാം കാണും, എല്ലാം കേൾക്കും, മനസ്സ് വായിക്കും, പ്രശ്നങ്ങൾ പരിഹരിക്കും, ലോകം മാറ്റും, കുട്ടിയെ തരും. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണെന്ന് അറിയോ ഈ ഔലിയാക്കന്മാരെ മേത്ത് വെച്ച് കിട്ടിക്കണ്. സത്യത്തിൽ ഇവരൊക്കെ ഒരുപക്ഷെ നിരപരാധികളായിരിക്കാം. പക്ഷേ ഈ മുസ്ലിയാക്കന്മാരെ അള്ളാഹ് വെറുതെ വിടൂല. അള്ളാഹു മുസ്ലിയാക്കന്മാരെ വെറുതെ വിടൂല.
കാരണം അവരൊക്കെ മാനസരോഗികളാണ്. അവർക്ക് പിന്നെ മെന്റലി തയ്യാറായി കഴിഞ്ഞാൽ അവർക്ക് എന്തും പറയാം. ബുദ്ധി ഇല്ലാത്തവനെ സംബന്ധിച്ച് നിസ്കരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ തലയ്ക്ക് സുഖമില്ലെങ്കിൽ ആർക്കും അങ്ങനെ ഇബാദത്തിൽ നിന്നൊക്കെ, കാരണം ബുദ്ധി വേണം, ഇബാദത്തിന്റെ കാര്യത്തിലൊക്കെ ബുദ്ധി നിർബന്ധമാണ്. അപ്പൊ മാനസരോഗിയായ സംബന്ധിച്ച് അവർക്ക് ഒരു പക്ഷേ അള്ള പുറത്ത് കൊടുത്തേക്കും. പക്ഷേ ഈ കറാമത്ത് ഈ പൊതുജനത്തിനെ പഠിപ്പിച്ചിട്ട് ജനങ്ങളെ പിഴപ്പിച്ച മുസ്ലിയാക്കന്മാരെ നിങ്ങൾ അള്ള വെറുതെ വിടൂല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കെട്ടുകഥയിലൊന്നും ആരും പെട്ടുപോകണ്ട. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.